ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഓട്ടാടയാണ്. അപ്പോൾ ലാസ്റ്റ് വ്ളോഗിൽ എൻ്റെ ഓട്ടാട ശരിയായി വന്നില്ല എന്ന് ഞാൻ പറഞ്ഞ്, അപ്പോൾ അതിനുശേഷം ഒരു ദിവസം നോമ്പ് തുറക്കുന്ന സമയത്ത് ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ റെഡിയാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ആ സമയത്ത് ആ റെസിപ്പി ഒന്ന് ഫുൾഫിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് 2 മുട്ടയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സി ജാറിൽ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ട നന്നായിട്ട് ഇതുപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വറുത്ത മാവാണ്, അഥവാ നമ്മുടെ പച്ചരി പൊടിച്ച് വറുത്തെടുത്തിട്ടുള്ള ആ ഒരു മാവ് 250 ml 1 കപ്പിലാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് മിക്സി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിലേക്ക് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു തിക്ക് പേസ്റ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലിരുന്ന് വീണ്ടും നമുക്ക് ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഇനി ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയോളം ഒഴിച്ച് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ബാക്കി പോർഷൻ മാറ്റി വെച്ചിട്ടുള്ളത് നമ്മുടെ മിക്സിയിൽ ഇരുന്ന് ബാറ്റർ ഒരു ബൗളിൽ ഒഴിച്ചതിന് ശേഷം അതൊന്നിങ്ങനെ ലാന്തി എടുക്കാൻ വേണ്ടിയിട്ടാണ്, അതൊന്ന് കഴുകി അതിലൊഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൻ്റെ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. ഏകദേശം ആദ്യം ഒരു 1/2 കപ്പും പിന്നീട് ഒരു 1/4 കപ്പുമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു തിക്നെസ് ആ ഒരു ലെവൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആ സ്പൂണിന്റെ ബാക്കിൽ തിരിച്ചിങ്ങനെ എടുക്കുന്ന സമയത്ത് അതിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ ഇരിക്കും. വെള്ളം ഇങ്ങനെ ഒലിച്ച് പോണ സമയത്ത് നല്ല തിക്നെസ്സിൽ ഇങ്ങനെ തോന്നും. ആ ഒരു രീതിയിൽ വേണം ഇരിക്കാൻ. ഇനിയാണ് ഇതിൻ്റെ സ്പൂണിൻ്റെ അളവ്. അപ്പോൾ ഇത് ചായക്കരണ്ടി ഉണ്ട്, അല്ലാതെ കറി കോരുന്ന സ്പൂണുണ്ട്. അതിൻ്റെയും താഴെ നമ്മുടെ തോരനൊക്കെ കോരുമല്ലോ, ആ ഒരു സ്പൂണ് മതിയാവും ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ. ഇനി സീസൺ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പാന് ഞാൻ ചൂടാക്കാൻ വെച്ചതിന് ശേഷമാണ് ഈ ബാറ്റർ റെഡിയാക്കാൻ പോയത്. അപ്പോൾ ടൈം നമ്മൾ മാനേജ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ക്വിക്കായിട്ടൊക്കെ റെഡിയാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. പക്ഷേ ഈ ഒരു ചട്ടി നമുക്ക് നന്നായിട്ടൊന്ന് സീസണിങ് ചെയ്തെടുക്കണം. മൺചട്ടിയിൽ തന്നെ ഇത് റെഡിയാക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള സൈഡിനൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ടും പിന്നെ സെൻറ്റർ പോർഷനൊക്കെ നന്നായിട്ട് ആ ഒരു ഹോളൊക്കെ വീണ് ഓട്ടാടയുടെ കറക്റ്റ് ടെക്സ്ചർ കിട്ടുള്ളൂ. അപ്പോൾ ഏതൊരു റെസിപ്പിയും അതിൻ്റെ ട്രഡീഷണൽ രീതിയിൽ നമ്മൾ തയ്യാറാക്കുമ്പോഴല്ലേ അതിൻ്റെ രസം. അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ആദ്യം ചട്ടി ചൂടായതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് ഡ്രോപ്സ് ഒഴിച്ച് നോക്കി. അപ്പോൾ കറക്റ്റ് ടെക്സ്ചർ വരണുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ദോശ കണക്കിൽ നിന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഒരുപാട് ദോശയുടെ ലൈൻസ് ഒന്നും വീഴേണ്ട ആവശ്യമില്ല. ഇനി അടച്ചു വെക്കുക. ഞാനിതിൽ ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടൊന്നും എടുത്തിട്ടില്ല. കറക്റ്റ് ഒരു ഓട്ടാട റെഡിയാവണ ടൈമിംഗ് ഇതിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ മിനിറ്റുകൾക്കുള്ളിലാണ് നമുക്ക് 1 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ മതിയാവും ഒരെണ്ണം ഇങ്ങനെ റെഡിയായി വരാൻ. അപ്പോൾ സെക്കൻഡുകൾ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. അടിഭാഗം മൊത്തം ക്രിസ്പിയും പിന്നെ സൈഡ് പോർഷൻസ് ഒക്കെ നന്നായിട്ട് ഒരു നല്ലൊരു ഫ്ലേവറാണ് ഇത് വെന്ത് വരുന്ന സമയത്ത്. അപ്പം ഞാൻ ഇതുപോലെ എല്ലാം ഇതുപോലെ ഫാസ്റ്റായിട്ടൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. തീരെ സമയമില്ലാത്ത ദിവസങ്ങളിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ 6 മണിയൊക്കെ കഴിഞ്ഞ് ഹാജറൊക്കെ വയ്യാത്ത ഒരു ക്ഷീണം പോലെ തോന്നി അവൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയതാണ്. ഇന്ന് സ്കൂളൊക്കെ അടച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുത്ത് ഉറങ്ങിയതാണ്. അങ്ങനെ ഹാജറയുടെ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊല്ലിക്കൊണ്ട് നിൽക്കുകയാണ്. കാര്യം ഇന്ന് പുറത്തോട്ടൊന്നും ഇറങ്ങി കളിക്കാനുള്ള ആവതില്ലായിരുന്നു. അപ്പോൾ നോമ്പ് തുറക്കണ സമയം ഏകദേശം നെരുങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ ഓട്ടാടയൊക്കെ റെഡിയാണ്. ഓട്ടാട ഇതാ പകുതിയോളം മാവിൽ ഞാൻ ഓട്ടാട റെഡിയാക്കിയിട്ടുണ്ട്.
ഇതിങ്ങനെ ചൂടോടി ഹോട്ട് ബോക്സിൽ തന്നെ അടച്ചു വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. ഒരുപാട് ഡ്രൈ ആവാതെ നമുക്ക് ആ സംഭവം സെറ്റാക്കാം. കണ്ടല്ലോ, നല്ലൊരു ടെക്സ്ചറിലാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ ഓട്ടാട മാത്രമല്ല, ഓട്ടാടയുടെ ബാക്കി മാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹാജറാക്കും എനിക്ക് മാത്രം മതിയാവും, കുറച്ച് ഓട്ടാട മതിയാവും. അതുകൊണ്ട് ഞാൻ ബാക്കി ഒരു കപ്പിൽ പകുതിയോളമാണ് ഞാൻ ഇത് ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയിലൊരു സ്നാക്സ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കി പോർഷൻ മാവിലേക്ക് ഇതാ കറണ്ടിയൊക്കെ മാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ചുകൂടി അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു മുട്ടയും കൂടി ഒഴിച്ചതിന് ശേഷം അതിലേക്ക് സവാള, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, കുറച്ച് ഗരം മസാല, കുറച്ച് വൈറ്റ് പെപ്പർ എന്നിവയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പീസ് ചിക്കൻ വേവിച്ചെടുത്തതുണ്ടായിരുന്നു. നിങ്ങൾ തലേദിവസത്തെ കറിയിലുള്ളതാണെങ്കിലും മതിയാവും. ഇത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളകൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഒരു പീസ് ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് ഷ്രെഡ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ ആക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ കുറഞ്ഞ അളവിൽ മതിയാവും. ചിക്കൻ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഓയിൽ നന്നായിട്ട് ഹീറ്റായി വന്നതിന് ശേഷം അതിലേക്ക് ഇട്ടൊന്ന് ബോൾസ് ആക്കിയ ഒരു രൂപത്തിലാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ട്രൈ ചെയ്തെടുക്കാൻ പറ്റിയ, എളുപ്പത്തിലും ഒന്നുമില്ല എന്ന്, ഇതിൽ ചിക്കൻ മസ്റ്റ് ഒന്നുമല്ല, ചിക്കൻ ഇല്ലെങ്കിലും നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. അപ്പോൾ നമ്മുടെ മുട്ട സുർക്കയിലിരുന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ്. വൈറ്റ് പെപ്പറാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത്. ഇപ്പോൾ നോമ്പ് തുറക്കണ സമയത്ത് ഒരുപാട് ഇങ്ങനെ മെനക്കെട്ടൊന്നും ചെയ്യാൻ സമയമില്ല, എന്തെങ്കിലും സിമ്പിളായിട്ടൊക്കെ മതിയാവും എന്ന് ഉള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ കയ്യിൽ ഇങ്ങനെ കോരി ബോൾസ് ആയിട്ട് ഇടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് നീഡ് ചെയ്തെടുത്ത് വേണം ചെയ്തെടുക്കാൻ. ചൂടോടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. തണുത്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. തണുത്ത് കഴിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ, അങ്ങനെയാണ് പ്ലാൻ ആണെങ്കിൽ, കുറച്ച് ലൂസ് ആക്കിയതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആവും. അപ്പം അരിപ്പൊടിയും മുട്ടയും ചേർന്ന് ഓയിലിൽ കിടന്ന് ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് അതിൽ നല്ലൊരു ഫ്ലേവർ ആണ്. ഇതൊക്കെയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നോമ്പ് തുറക്കി വേണ്ടിയിട്ട് ഈ ഒരു ഈസി 2-in-1 റെസിപ്പീസ് ആണ് റെഡിയാക്കിയിട്ടുള്ളത്. ഓട്ടാടയും അതിനോട് ചേർന്നിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സും ആണ്. അപ്പോൾ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ വിട്ടുപോകണ്ട. അങ്ങനെ നമ്മൾ നോമ്പ് തുറന്ന് ബാങ്കൊക്കെ വിളിച്ചു. അൽഹംദുലില്ലാഹ്, ഒരുപാട് നാളത്തിന് ശേഷം ഒരു മഴ ചാറി ഇങ്ങനെ വന്നു. കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. ഇപ്പോൾ ഇശ കഴിഞ്ഞു. നമ്മൾ തറാവി നിസ്കരിക്കാൻ വേണ്ടി എല്ലാവരും നിന്ന സമയത്താണ്. So beautiful, Baba. So beautiful. So elegant. Looking like a wow. പറ എന്തോന്ന് ഹാജറ? മതി, അങ്ങോട്ട് താഴെ പോവരുത്, നീങ്ങി നിൽക്കണം.
എന്റെ ചെടിയെ കിട്ടണം. ഈ ഫ്രണ്ടിലോട്ട് നിൽക്കാൻ പറ്റില്ല.